ഈ കാണുന്ന 2011 മോഡൽ ലെക്സസ് സെല്ലർ പറഞ്ഞ എമൗണ്ട് ആയ 20,000 ദിറംസിന് വർത്ത് ആണോ അല്ലേ എന്ന് നോക്കിയാലോ. കുറച്ച് ദിവസം മുമ്പേ നമുക്ക് ഇൻസ്പെക്ഷൻ വന്ന വണ്ടികളൊന്നാണ് ഈ കാണുന്ന 2011 ലെക്സസ് IS300. ഓൾറെഡി RTA സൈറ്റിൽ 5 ആക്സിഡന്റ് ഹിസ്റ്ററി കാണുന്നുണ്ട്. ഇതിപ്പോ എത്രാമത്തെ ആക്സിഡന്റ് കഴിഞ്ഞിട്ടുള്ള ഇരിപ്പാണെന്നുള്ളത് പറയാൻ പറ്റില്ല. ഇൻസ്പെക്ഷൻ ചെയ്യാൻ ചെന്നത് തന്നെ ഡയറക്റ്റ് ഗാരേജിലേക്കാണ്. എല്ലാ വർക്കും കഴിഞ്ഞ് വണ്ടി നീറ്റ് ആണെന്നുള്ളതാണ് സെല്ലർ പറഞ്ഞിട്ടുള്ളത്. പുറമേ വണ്ടി നോക്കുമ്പോൾ തന്നെ വണ്ടിയുടെ എല്ലാ പാനലും റീപെയിന്റ് റിപ്പയർ ആണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. എഞ്ചിൻ ഏരിയ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ വാൽ കവറിലേക്ക് നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഈ ഏരിയയിലേക്ക് നോക്കുന്ന സമയത്ത് വാരിംഗ് ഹാർനസ്, കപ്ലർ എല്ലാം ഡാമേജ് ആയിട്ടുള്ളത് കാണുന്നുണ്ട്. കപ്ലറൊക്കെ ഒട്ടിച്ച് വെച്ചതായിട്ടുള്ള കാണാൻ പറ്റുന്നുണ്ട്. ഇനി എപ്പോഴാണ് അടുത്ത പണി വരാന്നുള്ളത് പറയാൻ പറ്റില്ല. റേഡിയേറ്ററിൽ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല റെസ്റ്റും കാണുന്നുണ്ട്. കൂളന്റ് ലെവൽ വെരി ലോ ആണ്. അണ്ടർബോഡി നോക്കുന്ന സമയത്ത് എഞ്ചിന്റെയും ട്രാൻസ്മിഷന്റെയും ലീക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഫ്രണ്ടിലെ രണ്ട് സൈഡിലും ബോൾ ജോയിന്റ് എല്ലാം ബ്രോക്കൺ ആയിട്ട് കിടക്കുന്നത് കാണുന്നുണ്ട്. സസ്പെൻഷൻ വിഷയത്തിൽ 4 ഭാഗത്തും വീക്ക് ആയിട്ടാണ് കിടക്കുന്നത്. ഇത് കൂടാതെ തന്നെ അണ്ടർബോഡിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ വേറെയും കാണാനുണ്ട്. വണ്ടിയുടെ ഉൾഭാഗം നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇത് കൂടാതെ ഞാനിവിടെ പറയാത്ത ഒരുപാട് പ്രശ്നങ്ങൾ ഇനിയും ഈ വണ്ടിക്കുണ്ട്. പറഞ്ഞ പ്രൈസിൽ നിന്ന് ഒരു 5,000-6,000 ദിറംസ് കുറച്ചിട്ട് വണ്ടി എടുക്കാനാണ് നമ്മൾ കസ്റ്റമറോട് സജസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇതുപോലെ നിങ്ങൾ ഒരു യൂസ് കാർ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ മസ്റ്റ് ആയിട്ട് ഇൻസ്പെക്ട് ചെയ്തിട്ട് മാത്രം വണ്ടി എടുക്കാൻ ശ്രമിക്കുക. ഡീറ്റെയിൽ ആയിട്ട് വണ്ടിയുടെ കണ്ടീഷനും ബാക്കി കാര്യങ്ങളും അറിഞ്ഞുകൊണ്ട് മാത്രം വാങ്ങുക. യൂസർ കാർ ഇൻസ്പെക്ഷൻ ബുക്ക് ചെയ്യണമെന്നുള്ളവരാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്തോളൂ.